നമസ്കാരം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബിടെക് കഴിഞ്ഞ് ഏറെക്കാലമായി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു സുവർണ നിമിഷമാണ് വന്നിരിക്കുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 2 ആയിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ബിടെക് കഴിഞ്ഞ് എല്ലാവരും ഇതിന് എലിജിബിളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാ ബിടെക്കാർക്കും എഴുതാൻ പറ്റുന്ന, കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് വരാൻ പോകുന്നത്. അപ്പോൾ 2019 ഇതിൻ്റെ നോട്ടിഫിക്കേഷനും എക്സാമിനേഷനൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ 2024 വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 4 വർഷം 3 വർഷം 4 വർഷത്തിനുള്ളിൽ വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ അത് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ലാസ്റ്റ് നടന്നിരിക്കുന്ന എക്സാമിനേഷനെ പറ്റിയും പിന്നെ ഇതിൻ്റെ സിലബസും എങ്ങനെ പഠിച്ചു തുടങ്ങാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിലെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 30/2024 ആണ്. ഗസറ്റ് ഡേറ്റ് 1/4/2024. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ഇവിടെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ അവർ പ്രോപ്പറായിട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് വളരെ കുറച്ച് വേക്കൻസിയിലേക്കായിരുന്നു വിളിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും അവിടെ ഏകദേശം 36ഓളം പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിൻ്റെ വ്യക്തമായ കണക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഓൾ ഓവർ കേരളയിലാണ് വിളിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏകദേശം ഒരു 50-ൽ കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു പോസ്റ്റിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വേക്കൻസീസ് പറഞ്ഞിരിക്കുന്ന ആൻറ്റിസിപ്പേറ്റഡ്, അത് പ്രതീക്ഷിക്കുന്ന ഒഴിവിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 50,000-നും 1,55,300 പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പേ ബാൻഡാണ്. അപ്പോൾ തുടക്കക്കാർക്ക് കിട്ടുന്ന ഏകദേശം ശമ്പളം എന്ന് പറയുന്നത് ബേസിക് പേ എന്ന് പറയുന്നത് 50,000 രൂപയായിരിക്കും. അപ്പോൾ കയ്യിൽ ഏകദേശം ഒരു 60,000-ന് മേലെ ശമ്പളം നിങ്ങൾ ജോലിക്ക് കയറുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവും ഉണ്ടാവും. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-നും 36-നും ഇടയിലായിരിക്കണം. അതായത് ഇപ്പോൾ ബിടെക് കഴിഞ്ഞ് എല്ലാവരും തന്നെ ഏകദേശം ഒരു 24 വയസ്സിന് മേലെ ആയിരിക്കും. അപ്പോൾ 36 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറി OBC SC ST ഇങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെ 39 വയസ്സ് വരെയും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എനി ഡിഗ്രി, നിങ്ങൾ ഏത് ഡിഗ്രി ആണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതും ഇതിൻ്റെ പ്രിപ്പറേഷനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ബിടെക് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ടുള്ള ജോലിയാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും. എല്ലാ ഏരിയയിൽ നിന്നും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി ലാസ്റ്റ് അപ്പോയിൻമെൻറ്റിനെ പറ്റി നമുക്ക് നോക്കാം. കാരണം ഇപ്പോൾ നമ്മൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ദെൻ നമ്മളിനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലാസ്റ്റ് അപ്പോയിൻമെൻറ്റിനെ പറ്റിയാണ്. അതോടൊപ്പം തന്നെ സിലബസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിനേഷൻ എങ്ങനെയാണ് നടത്തിയത്, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു, എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമിനേഷൻ നടന്നിരിക്കുന്നത് പറഞ്ഞാൽ 2019 ലാസ്റ്റ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും നോക്കാം. കാറ്റഗറി നമ്പർ 125/2018 ആയിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പറായിട്ട് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2018 ദെൻ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 3/12/2019. അപ്പോൾ ഏകദേശം നോട്ടിഫിക്കേഷൻ വന്ന ഏകദേശം 1 വർഷത്തോളം എടുത്തിരുന്നു എക്സാമിനേഷൻ വരാനായിട്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഏകദേശം ആ ഒരു പാറ്റേൺ തന്നെ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ്, അതായത് ഇപ്പം മെയ് 2 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8-9 മാസം വെച്ചിട്ട് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 6 മാസം നല്ല ഇൻറ്റൻസീവ് പ്രിപ്പറേഷനും ദെൻ ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ റിവിഷനും ഒക്കെ ആയിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇനി ദെൻ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ എന്നുള്ള രീതിയിൽ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ആ ഒരു ടൈം എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആയിരിക്കില്ല. ഡേറ്റ് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഏകദേശം എക്സാമിനേഷന് 2 മാസം മുമ്പ് മാത്രമായിരിക്കും എക്സാമിനേഷൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ പിന്നെ കിട്ടുന്ന 2 മാസം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പ്രിപ്പയർ ചെയ്ത് എക്സാമിനേഷൻ നല്ല റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എക്സാം ഒരു ദിവസം നിങ്ങളെ തേടി വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. 6 മാസം കൊണ്ട് നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ കവർ ചെയ്തതിന് ശേഷം പിന്നീടുള്ള ടൈം, അതായത് പിന്നെ എക്സാം വരെയുള്ള ടൈം നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ടും പ്രാക്ടീസിന് വേണ്ടിയിട്ടും മാറ്റിവെക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ലൊരു ഇൻറ്റിമേഷനാണ്. 2018 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2019
ഡിസംബറിലാണ് ഇതിൻ്റെ എക്സാമിനേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർഷം എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ കേസിലും അങ്ങനെ വരണമെന്നില്ല. എന്നിരുന്നാലും നമുക്കൊരു 8 മാസം മുതൽ ഒരു 12 മാസം വരെയുള്ള ടൈം എടുക്കും ഇത് എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ മെയ് തുടങ്ങിയിട്ട് ദെൻ നിങ്ങളൊരു 8 മാസം വെച്ചിട്ട് വേണം എക്സാമിനേഷൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ദെൻ കഴിഞ്ഞ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 76 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയ കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് 76 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ദെൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നിരിക്കുന്നത് 40 പേരാണ്, ഏകദേശം 40 പേരാണ്. ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ആ ലിസ്റ്റ് കഴിയുന്ന ഡേറ്റ് വരെ അപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുന്നത് 20/12/2023, അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ വരെ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിസ്റ്റിൽ നിന്ന് 36 പേർക്കാണ് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പറിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അത് പിന്നെ ഇതിൻ്റെ നമ്പേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു 5 ടൈംസ് അല്ലെങ്കിൽ 6 ടൈംസ് ഒക്കെ എപ്പോഴും അപ്പോയിൻമെൻറ്റ് നടക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 5 ആണ് അവർ പറയുന്ന വേക്കൻസി എങ്കിൽ, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 5 പേരെയാണ് വേക്കൻസി എങ്കിൽ ഒരു 25 to 30 ആൾക്കാർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം പിന്നീട് വരുന്ന ഒഴിവുകളിലേക്കൊക്കെ അവിടെ അപ്പോയിൻമെൻറ്റ് നടക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒഴിവ് പറഞ്ഞിട്ടില്ല, ഒഴിവ് കണക്കാക്കുന്നേ ഉള്ളൂ. അപ്പം ഏകദേശം ഈ ഒരു നമ്പറിന് മേലെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 50 പേർക്കോളം ഈ വരുന്ന ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. കാരണം ഓൾറെഡി ലിസ്റ്റ് കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബറോട് കൂടി ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. പിന്നീട് വരുന്ന എല്ലാ വേക്കൻസിയും ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ നിന്നാണ് നികത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു നില എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവണം. നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ളത് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യുക. ഓക്കെ. ദെൻ മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ? ഓൾറെഡി നിങ്ങൾ PSC എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാൽ ഈ വർഷമോ കഴിഞ്ഞ വർഷമൊക്കെ BTech പാസ്സായ ആൾക്കാർക്കാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറഞ്ഞു പോകാം. മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ് നിങ്ങൾ എഴുതേണ്ടി വരിക. 100 മാർക്കിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 75 മിനിറ്റ്സ്, അതായത് 1 മണിക്കൂറും 15 മിനിറ്റുമാണ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. അപ്പം 75 മിനിറ്റിൽ 100 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ബൈ ഹാൻഡായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസും ഒക്കെ ആയിരിക്കും അത് ചോദിക്കുക. അപ്പോൾ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. ദെൻ റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അതിൽ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. ആ കട്ട് ഓഫ് മാർക്കിന് മേലേക്ക് സ്കോർ ചെയ്ത ആൾക്കാരെ മാത്രം വെച്ചിട്ട് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ലിസ്റ്റിൽ വരുന്നവർക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂ 20 മാർക്കിലായിരിക്കും. ദെൻ ഈ 2 ടെസ്റ്റിൻ്റെയും, അതായത് റിട്ടൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കിൻ്റെ ബേസിൽ ഒരു ഫൈനൽ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് വെച്ചിട്ടാണ് അപ്പോയിൻമെൻറ്റ് നടത്തുക. ദെൻ ടോട്ടൽ മാർക്സ് ഓഫ് റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് 100 മാർക്കാണ്. അത് 100 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചിട്ട് അങ്ങനെ 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. അതിൽ 1/3 എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കാണ്. അതായത് 3 ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക്, നിങ്ങൾക്ക് ടോട്ടൽ സ്കോർ ചെയ്ത മാർക്കിൽ നിന്നും 1 മാർക്ക് കുറയും. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ മാർക്കിൽ നിന്ന് -1/3 വെച്ചിട്ട് ആഡ് ആവും. അതായത് 1/3 മാർക്സ് കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അതിൽ നിന്നും 1 മാർക്ക് നിങ്ങളുടെ കുറയും. ദെൻ ഡ്യൂറേഷൻ ഓഫ് റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 75 മിനിറ്റ്സ് ആണ്. 1 മണിക്കൂറും 15 മിനിറ്റുമാണ് വരുന്നത്. ഇനി നമുക്ക് സിലബസിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ സിലബസ് എന്ന് പറയുന്നത് എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ്. ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഇത്രയുമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിലും ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാമിനേഷൻ വരിക. എന്നിരുന്നാലും ലാസ്റ്റ് എക്സാമിനേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ കഴിഞ്ഞ ഒരാളാണ്, ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഇത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർ കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് സിലബസ് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ സിലബസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത എക്സാമിനേഷൻ, അതായത് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വെച്ചിട്ടുള്ള അടുത്ത എക്സാമിനേഷന് വേണ്ടി അവർ
വീണ്ടും റിവൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഇതേ സിലബസ് ഇങ്ങനെ തന്നെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ മൈനർ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. എന്നിരുന്നാലും നമ്മുടെ കയ്യിലുള്ള സിലബസ് വെച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് വലിയൊരു വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സിലബസ് ആണ്, അതിൻ്റെ ഒരു ബ്രീഫാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ മെയിൻ ടോപ്പിക്സ് ആയിട്ട് വന്നിരിക്കുന്നത് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻസ്, ദെൻ സർവേയിങ്. അപ്പോൾ ഇത് മെയിൻ ടോപ്പിക്സ് ആണ്. ഇതിൻ്റെ അണ്ടറിൽ കുറേയധികം സബ് ടോപ്പിക്സ് ഉണ്ട്. ഇതിനെപ്പറ്റി ഓരോന്നിനെയും ബ്രിക്സ് എന്താണ്, അതുപോലെ കോൺക്രീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. അത് സർവേയിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവേയിങ്, ഇതെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണം. ഇതൊക്കെ ബേസിക്സിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗിൽ. ദെൻ നമുക്കിവിടെ വീണ്ടും ഇത് റിഫ്രഷ് ചെയ്യണം. ഇതിൻ്റെ എങ്ങനെയാണ് ഓരോ പാർട്ടിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിനേഷൻ ചോദിച്ചു എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം നിങ്ങളിപ്പോൾ മെക്കാനിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ സിവിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഒഴിവാക്കി പോകാൻ പറ്റില്ല. കാരണം മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ പാർട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എല്ലാം നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്കിതിൽ നല്ലൊരു സ്കോർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 1 എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത്രയും സബ് പാർട്ടായിട്ട് ഇത്രയാണ് വന്നിരിക്കുന്നത്. ദെൻ പാർട്ട് 2 എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അവരുടെ പാർട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സ്റ്റഡീസ് ആയിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് പറഞ്ഞ സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആൻഡ് പ്രോജക്റ്റ് അനാലിസിസ്. ഇതൊക്കെ മെയിൻ ടോപ്പിക്സ് ആണ്. ഇതിൻ്റെ അണ്ടറിൽ കുറേയധികം സബ് ടോപ്പിക്സും പ്രോബ്ലംസ് ഒക്കെ ന്യൂമറിക്കൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. പാർട്ട് 3 എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ഇയറിൽ അതുപോലെ തന്നെ ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെമ്മിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. തെർമോഡൈനാമിക്സ്, IC എഞ്ചിൻസ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, മെഷീൻ ടൂൾസ്, എമിഷൻ സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഈ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത്രയും സബ് ടോപ്പിക്സ് ആണ് വരുന്നത്. ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതോടൊപ്പം തന്നെ ന്യൂമറിക്കൽസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ന്യൂമറിക്കൽസ് മീൻസ് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ പ്രോബ്ലംസ് ആണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പറയാം. അതായത് എല്ലാവരും പഠിച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ നമ്മളും പഠിച്ചിട്ട് പോയി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ലെവലിൽ മാത്രമായിരിക്കും മാർക്ക് കിട്ടുക. പക്ഷേ നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് വരാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് പാർട്ട് 4 എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് വരുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെൻ്റൽസ്, 3 phase സിസ്റ്റം, ജനറേഷൻ ഓഫ് പവർ, ദെൻ ഇലക്ട്രിക്കൽ മെഷീൻസ്. അത്യാവശ്യം നല്ല വാസ്റ്റ് ടോപ്പിക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സബ് ടോപ്പിക്സ് ആണ് ഉള്ളത്. ഇതിന് അണ്ടറിൽ കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. സർക്യൂട്ട്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടും DC നെറ്റ്വർക്ക്സും തിയറംസും ഒക്കെ പഠിക്കണം. അതോടൊപ്പം തന്നെ മാഗ്നറ്റിസം വരുന്നുണ്ട്, മെഷീൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പവർ ജനറേഷൻസ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ പോളിഫേസ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു കണ്ടന്റ് തന്നെയുണ്ട്. ഇത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണിത്. അടുത്ത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇതിൻ്റെ എല്ലാം എങ്ങനെയാണ് മേക്കിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതിൻ്റെ കമ്പോണൻറ്റ്സ് എങ്ങനെയാണ്, പാസീവ് കമ്പോണൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഡയോഡ്സ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ മൾട്ടിമീറ്റേഴ്സ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്വിച്ചസ്, ആംപ്ലിഫയേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്. അപ്പോൾ അത്യാവശ്യം ഫണ്ടമെൻ്റലായുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അടുത്തത് പാർട്ട് 5 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ വന്നിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഡേറ്റ പ്രസൻറ്റേഷൻ, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ദെൻ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇത്രയും സബ് ടോപ്പിക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിച്ചിരിക്കുന്ന ടോപ്പിക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ റിലയൻറ്റിൻ്റെ പോർട്ടലിൽ തന്നെ ഇത് അവൈലബിൾ ആയിരിക്കും. ദെൻ ഇത് ഇത്രയും കാണുമ്പോൾ തന്നെ മെയിൻ ടോപ്പിക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും
അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത്രയും ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു 5 മെയിൻ ടോപ്പിക്സിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ചോദിക്കാം. ഇനി ഓരോ പാർട്ടിയിൽ നിന്നും എത്രത്തോളം കോൺട്രിബ്യൂഷൻ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ അതിൻ്റെ അത് കഴിഞ്ഞ് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, എല്ലാ ഏരിയയിലും കവർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാമിനേഷന് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഓരോ ടോപ്പിക്സിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, കഴിഞ്ഞ എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്ന ഒരു കണക്കാണ്. ഈ പ്രാവശ്യവും ഇതിങ്ങനെ തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗിന് ചോദിച്ചിരിക്കുന്നത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അത് 20 ക്വസ്റ്റ്യൻ ആണ് സിവിൽ എഞ്ചിനീയറിംഗിന് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം കൂടി കവർ ചെയ്തിട്ട് ദെൻ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ചോദിച്ചിരിക്കുന്നത് 7 മാർക്ക്, അതായത് 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചോദിച്ചിരിക്കുന്നത് 13 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്, 24 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അത് 24 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 16 ക്വസ്റ്റ്യൻസും കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, എല്ലാം കൂടിയിട്ട് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ട് 100 മാർക്ക്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടോപ്പിക്സിലും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാം ഏരിയയും കവർ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഈ പറയുന്ന ഒരു ഹൈ ലെവലിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ 60 to 70% ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഉയർന്ന റാങ്കിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് അപ്പോയിൻമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ലക്ക് ഫാക്ടർ വെച്ചിട്ട് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഹാർഡ് വർക്കിംഗ് മെയിൻ ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത്രയും കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് എക്സാമിനേഷൻ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ റിലയൻ്റ് അക്കാദമി കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ബിടെക് കഴിഞ്ഞവരായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മുടെ എല്ലാ ക്ലാസ്സും, അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സും, അതിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് മീൻസ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സ്, അല്ലാതെ കംപ്ലീറ്റ് എലാബറേറ്റ് തിയറീസ് ആയിരിക്കില്ല. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വെച്ചിട്ടുള്ള നോട്ട്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അത് നിങ്ങൾ ഈസി ആയിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ടെസ്റ്റുകൾ ഉണ്ടാവും. അതായത് ഓരോ ടോപ്പിക്സും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റുകൾ ഉണ്ടാവും. ആ ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ട് സഹായിക്കും. കാരണം എത്രത്തോളം നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു, എത്ര മാർക്ക് ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഓരോ ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഉണ്ടായിരിക്കും. അതിനുശേഷം കംപ്ലീറ്റ് ടോപ്പിക്കും കവർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മോഡൽ എക്സാംസ്, PSC മോഡലിൽ തന്നെ, മാതൃകയിൽ തന്നെ മോഡൽ എക്സാംസും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായും ഓൺലൈൻ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് എങ്ങനെ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ സെഷൻസ് സെപ്പറേറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ നമ്പേഴ്സ് ഷെയർ ചെയ്യും. ആ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഓൺലൈൻ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും സെപ്പറേറ്റ് സെഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഫ്ലൈനും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജോലി സ്വന്തമാക്കണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. റെക്കോർഡ് ക്ലാസ്സസ് ഉടൻ തന്നെ ആരംഭിക്കും. ദെൻ നിങ്ങൾ ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെന്നുള്ളൊരു അത്രയും ഒരു സ്ട്രോങ് ഡിസൈറോട് കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ജോലി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോൾ 10 പേരാണെങ്കിൽ 15 അല്ലെങ്കിൽ ഒരു 50 പേരാണെങ്കിലും അത്രയും പേർക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിലും അതിൽ ഒരാൾ നിങ്ങളാണ് അല്ലെങ്കിൽ ഒരാൾ നമ്മളാണെന്നുള്ള ഒരു കോൺഫിഡൻറ്റ്, ആ ഒരു രീതിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.